എന്തുകൊണ്ടാണ് ആളുകൾ ഇന്ത്യയിൽ നിന്ന് വേറെ രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത്, എസ്പെഷ്യലി പൈസയുള്ളവർ? നമ്മളിപ്പോൾ റീസെൻറ്റ് കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ എസ്പെഷ്യലി ഒരുപാട് മില്യണേഴ്സ് ഇന്ത്യയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് ഏകദേശം 7500 മില്യണേഴ്സാണ് ദുബായിലേക്കും അതുപോലെ സിംഗപ്പൂർ, ഹോങ്കോങ് അങ്ങനെ പല കൺട്രീസിലേക്ക്, UK-ലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്യുന്നത്. അതിന് റീസൺ വളരെ സിമ്പിളാണ്. നമ്മുടെ രാജ്യത്ത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, അതായത് ഒരു ബിസിനസ് ചെയ്യാനുള്ള സാഹചര്യം വളരെ കുറവാണ്. അതിൻ്റെ ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് ഹൈ ടാക്സ് ആണ്. ഇപ്പം റീസെൻ്റ്ലി പോപ്കോണിൻ്റെ ഇഷ്യൂസൊക്കെ നമുക്കറിയാം, ടാക്സിൻ്റെ പ്രശ്നം. അപ്പോൾ ഇത്രയും ടാക്സ് പേ ചെയ്യുക എന്ന് പറയുന്നത് പലർക്കും ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ആവശ്യമില്ലാത്ത റെയ്ഡുകൾ, ഒരുപാട് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ പൊളിറ്റിക്കലി അൺസ്റ്റേബിൾ ആണ്. സോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ പല പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് ആളുകൾ ദുബായിലേക്കും അതുപോലെ പല കൺട്രീസിലേക്കും മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അംബാനി അതുപോലെ പല മില്യണേഴ്സും ദുബായിൽ പ്രോപ്പർട്ടീസ് വാങ്ങുന്നതിൻ്റെ റീസൺ അത് തന്നെയാണ്. കാരണം അവർ ഇങ്ങോട്ട് ഫ്യൂച്ചറിൽ മൈഗ്രേറ്റ് ചെയ്യാനുള്ള പ്ലാൻ തന്നെയാണ്. ഇവിടെയാണെങ്കിൽ സേഫ്റ്റി ഉണ്ട്, ക്രൈം റേറ്റ് കുറവാണ്, പിന്നെ പൊളിറ്റിക്കലി സ്റ്റേബിൾ ആണ്. അതുപോലെ പ്രോപ്പർട്ടീസിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടാക്സ് ഇല്ല, പ്രോപ്പർട്ടി റെൻ്റൽ ഈഡ്സ് കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ മുംബൈയിലും ചെന്നൈയിലും അല്ലെങ്കിൽ ബാംഗ്ലൂരൊക്കെ വാങ്ങുന്ന പ്രോപ്പർട്ടി പ്രൈസിനെക്കാട്ടും കുറഞ്ഞ ചിലവിൽ ദുബായിൽ പ്രോപ്പർട്ടി വാങ്ങാൻ പറ്റും ടാക്സ് കൊടുക്കാതെ. പിന്നെ റെൻ്റൽ ഈഡ്സ് കൂടുതലാണ്. അങ്ങനെ പല ഫെസിലിറ്റീസ് ഉള്ളതുകൊണ്ടാണ് ദുബായിലേക്ക് ആളുകൾ മൈഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ തന്നെ അങ്ങോട്ട് ഇനിയുള്ള കാലം സെറ്റിൽ ആവാം എന്നുള്ളൊരു പ്ലാൻ ഉള്ളതുകൊണ്ടും പിന്നെ എപ്പോൾ വേണമെങ്കിൽ ഇന്ത്യയിലേക്ക് പോയി വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ദുബായ്. ദുബായിലേക്ക് ആളുകൾ മൈഗ്രേറ്റ് ചെയ്യുന്ന റീസൺ എന്ന് പറയുന്നത് ഇതാണ്. കാരണം ഇവിടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്.